നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിനയച്ചത്തെ പറ്റിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് LP UP പരീക്ഷയുടെ ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. വിനയച്ചത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏത്? പറയാൻ പോയി, കുളിക്കാൻ പോയി, പറഞ്ഞു പോയി, പറക വേണം. അപ്പം ഇവിടെ നമ്മൾക്ക് വിനയച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ബേസിക് ഫാക്റ്റ് നമ്മളെ സംബന്ധിച്ച് വേണ്ടതാണ്. എന്താണ് വിനയച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരണം. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വെർബിനോടൊപ്പം എന്തുകൂടെ ചേരണം? വെർബും കൂടെ വരുമ്പോഴാണ് അതിനെ വിനയച്ചം എന്ന് പറയുന്നത്. എന്താണ്? ഇൻകംപ്ലീറ്റ് വെർബിനോടൊപ്പം വെർബ്. ഇതിന്റെ ഫോം നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വെർബിനോടൊപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെർബ് ചേരുന്നതിനനുസരിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് വിനയച്ചത്തിന് പേര് നൽകുന്നത് അല്ലെങ്കിൽ വിനയച്ചം സംഭവിച്ചായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഇൻകംപ്ലീറ്റ് വെർബ് എപ്പോൾ നടന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലാക്കണം, ഇൻകംപ്ലീറ്റ് വെർബ് എപ്പോൾ നടന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ മുൻവിനയച്ചമെന്നോ പിൻവിനയച്ചമെന്നോ നടുവിനയച്ചമെന്നോ പാക്ഷിക വിനയച്ചമെന്നോ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് വെർബ് എപ്പോൾ സംഭവിച്ചു. ഓക്കെ, അപ്പം നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വിനയച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇൻകംപ്ലീറ്റ് വെർബ് പ്ലസ് വെർബ് ആണ്. അപ്പം ഇൻകംപ്ലീറ്റ് വെർബിന്റെ സ്ഥാനം നിങ്ങൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. അതേ ഓർഡറിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് സിമ്പിളായിട്ടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് മാർക്ക് പോകുന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമ്മൾക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ മുൻ വിനയച്ചം എന്നിട്ടുള്ളതാണ്. എന്താണ്? മുൻ വിനയച്ചം ആണ്. അപ്പൊ മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് സംഭവിച്ചാണ്. ഭൂതകാല രൂപത്തിലായിരിക്കണം എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ നടന്നിരിക്കുന്നു. ഏത്? അപൂർണ ക്രിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് അവസാനം വരെ പഠിക്കുന്നിടം വരത്തേക്ക് എന്ത് വേണ്ടതാണ്? ഇൻകംപ്ലീറ്റ് വെർബ് ഇതിന്റെ പൊസിഷൻ നിങ്ങൾ മാറ്റരുത്, പ്ലസ് വെർബാണ് വരേണ്ടത്. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് വെർബ് ആദ്യം നടക്കുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് മുൻ വിനയച്ചം ആണ് പറയേണ്ടത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, പോയി പറഞ്ഞു ആണല്ലോ. ഇവിടെ പോയി ഇട്ടാണ് പറഞ്ഞത്, പറഞ്ഞിട്ടാണോ പോയത്? അതായത് നമ്മൾക്ക് പോയി എന്നതും ഒരു വെർബാണ്, പറഞ്ഞു എന്നതും വെർബാണ്. അപ്പൊ നമ്മൾക്ക് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വെർബ് ഏത് സമയത്താണ് നടക്കുന്നത്, പറയുകയാണോ പോകുകയാണോ, ഈ ഒരു രണ്ട് വെർബിനകത്ത് സംഭവിക്കുക എന്നത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായോ? പോയിട്ടാണ് പറഞ്ഞത് ആണല്ലോ. അപ്പൊ അവിടെ എന്താണ്? മുൻവിനയച്ചമാണ്. ഇനി പിടിച്ചു കെട്ടി, കെട്ടുകയാണോ ആദ്യം സംഭവിച്ചത് അതോ പിടിക്കുകയാണോ ആദ്യം സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിടിച്ചു കെട്ടി എന്ന് പറയുന്നതിനകത്ത് ഇൻകംപ്ലീറ്റ് വെർബാണ് ആദ്യം നടന്നിരിക്കുന്നത്. അതായത് ഇൻകംപ്ലീറ്റ് വെർബ് എന്ന് നമ്മൾ പറയാൻ കാര്യം ഈ ഒരു പൊസിഷൻ രണ്ട് വെർബ് നമ്മൾക്ക് തന്നിട്ട് അതിനകത്ത് വിനയിച്ചം ഏത് അല്ലെങ്കിൽ മുൻവിനയിച്ചം ഏത് പിൻവിനയിച്ചം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ വേണം നമ്മൾക്ക് എപ്പോഴും അത് ഓർക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇൻകംപ്ലീറ്റ് വെർബ് ഇവിടെ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അതിനുശേഷമാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞു, പോയിട്ടാണ് പറഞ്ഞത്. ആദ്യം പോകുക എന്ന ആക്ഷൻ നടന്നു, രണ്ടാമതായിട്ട് നടന്നു, പറഞ്ഞു. ഇനി പിടിച്ചു കെട്ടി എന്ന് പറയുമ്പോൾ പിടിക്കുക എന്ന ആക്ഷൻ കഴിഞ്ഞിട്ടാണ് കെട്ടുക എന്ന ആക്ഷൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾക്ക് അവിടെ വന്നിരിക്കുന്നത്. അടുത്ത കാര്യം നമ്മൾക്ക് നോക്കാം. അതായത് പിൻവിനയച്ചം, പിന്നിൽ നടക്കുന്നു, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നു. അതായത് ഈ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിലാണ് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അതിനെ പിൻവിനയച്ചം എന്ന് പറയാൻ പറ്റും. ഫ്യൂച്ചറിൽ, ഭാവിയിലാണ് നടക്കാൻ പോകുന്നു. അതായത് വെർബ് ഓൾറെഡി നടന്നു, അതിനുശേഷം മാത്രമേ ഇൻകംപ്ലീറ്റ് വെർബ് വരത്തുള്ളൂ. മനസ്സിലായോ? ഉറങ്ങാൻ കിടന്നു, നമ്മുടെ PSC പിള്ളേരുടെ കൂട്ടല്ല പറയുന്നത്, അല്ല നമ്മൾ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നത് പോലെയല്ല, ഉറങ്ങാൻ കിടന്നു. നോർമലി ഒരു വ്യക്തിയെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഉറങ്ങാൻ കിടന്നു എന്ന് പറയുമ്പോൾ കിടന്നതിന് ശേഷമാണല്ലോ ഉറങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? ഉറങ്ങാൻ, ഈ ഒരു ഇൻകംപ്ലീറ്റ് വെർബ് എവിടെയാണ്? കിടന്നതിന് ശേഷം രണ്ടാമതായിട്ട് സംഭവിക്കുന്നതാണ്.
അതായത് മെയിൻ വെർബിന് ശേഷമാണ് ഉറങ്ങുക, കിടന്നതിന് ശേഷമാണ് ഉറങ്ങുന്നത്. അപ്പം ആൻ എന്ന് പറയുന്ന പ്രത്യയം നിങ്ങളിവിടെ ഓർത്ത് വെച്ചിരിക്കണം. ഒന്നും അറിയത്തില്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിൻവിനയച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിൻവിനയച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറങ്ങാൻ കിടന്നു. ഓക്കെ, അടുത്ത് നോക്കാം നടുവിനേച്ചം. അപ്പൊ ഈ രണ്ട് കേസസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് രണ്ടുമാണ് ഇച്ചിരി പാടുള്ളത്. മുൻവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വെർബ് ആദ്യം നടക്കണം. പിൻവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വെർബ് രണ്ടാമത് നടക്കണം. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഇപ്പൊ പാസ്റ്റ് ടെൻസിൽ പറയുകയാണ്, അതായത് ഇൻകംപ്ലീറ്റ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മുൻവിനേച്ചം എന്ന് പറയുന്നു. ഇൻകംപ്ലീറ്റ് വെർബ് ഫ്യൂച്ചറിലാണ് എങ്കിൽ എന്നും പറയുന്നു നമ്മൾ പിൻവിനേച്ചം. അതായത് വെർബിന് മുൻപിലാണ് സംഭവിക്കുന്നതെങ്കിൽ മുൻവിനേച്ചവും വെർബിന് പിന്നിലാണ് സംഭവിക്കുന്നതെങ്കിൽ പിൻവിനേച്ചവും വേണം. ഇനിയും നടുവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറും പറയുന്നില്ല, പ്രസന്റിലും പറയുന്നില്ല, ഒരു കാലഭേദങ്ങളും ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അവിടെ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് ഒരു കോഡാണേ, നടുക വേണം. അതായത് നമ്മൾ വിത്തൊക്കെ നടു എന്ന് പറഞ്ഞില്ല, നടുക. അപ്പൊ ക, ഉക, അക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രത്യയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി കൊടുക്കുക പതിവാണ്. കണ്ടോ? അപ്പൊ അവിടെയും ഈ ഒരു ഇൻകംപ്ലീറ്റ് വെർബിനോടൊപ്പം ക എന്ന് പറഞ്ഞു, കൊടുക്കുക പതിവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് വിനേച്ചമാണ്? നടുവിനേച്ചമാണ്. അത്രേ ഉള്ളൂ. നടുക, നടുവിനേച്ചത്തിന്റെ കോഡാണ് നടുക. ഇനിയും തൻവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയുന്നു? വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു, പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ് തൻവിനേച്ചം. അതായത് നമ്മൾക്ക് ഒരേ സമയത്ത് രണ്ട് പ്രവർത്തികളും നടക്കുന്നു. നമ്മൾ കളിക്കവേ വീണു, നിൽക്കവേ ഉറങ്ങി, ഇരിക്കവേ വീണു, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അവേ എന്ന് പറയുന്ന സംഭവമാണ് തൻവിനേച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന വിനേച്ചം ഏതാണ്? തൻവിനേച്ചം. ഭൂതകാല രൂപത്തെ ആണെങ്കിൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? മുൻവിനേച്ചമാണ്. ഇനി ഫ്യൂച്ചറിനെ ആണെങ്കിൽ പിൻവിനേച്ചം. പ്രസന്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ തൻവിനേച്ചം. ഒരു കാലഭേദങ്ങളും പറയുന്നില്ലെങ്കിൽ നടുവിനേച്ചം. ഇനിയും ഒരു കേസിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു വെർബൂടെ വരുവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പഠിച്ചാൽ ജയിക്കും, വന്നാൽ കാണാം. അപ്പൊ ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നത് പോലെ ഇവിടെ മലയാളത്തിൽ പറയുകയാണ് പാക്ഷിക വിനേച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു ക്രിയ കൂടി നടക്കുന്ന, അതായത് ഇൽ, കൽ, ഇൽ, കിൽ, ഉഗിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കേസസ് ആണ് ഏത് നമ്മൾക്ക് പാക്ഷിക വിനേച്ചം പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ ഒന്നുകൂടെ പറയാം, വേറൊരു പേജ് എടുത്തോട്ടെ. അതായത് നമ്മൾക്ക് വിനേച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻകംപ്ലീറ്റ് വെർബ് വേണം, പ്ലസ് വെർബ് വേണം. ഈ സിമ്പിൾ ആണല്ലോ. ഇതാണ് വിനേച്ചത്തിന്റെ ഫോർമാറ്റ്. ഈ ഇൻകംപ്ലീറ്റ് വെർബില് ആദ്യമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഫസ്റ്റ് ആണ് ആക്ഷൻ നടക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് മുൻവിനേച്ചം. ഇനി ഇൻകംപ്ലീറ്റ് വെർബ് സെക്കൻഡ് ആണ് നടക്കുന്നത് എങ്കിൽ അതിന് പറയുന്ന പേര് പിൻവിനേച്ചം. ഇൻകംപ്ലീറ്റ് വെർബ് പ്രസന്റ് ടെൻസിലാണ് നടക്കുന്നതെങ്കിൽ, അതായത് രണ്ടും ഇൻകംപ്ലീറ്റ് വെർബും ഒരേ കണ്ടീഷൻസിലാണ് എങ്കിൽ അതിന് തൻവിനേച്ചം എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു കാലഭേദങ്ങളൊന്നും ഇല്ലാതെ പറയുകയാണ്, അപ്പൊ എന്താണ്? നടുവിനേച്ചം. നടുക വേണം, നോക്കുക പതിവാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നടുവിനേച്ചം പറയണം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയേണ്ട കേസ് എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പാക്ഷിക വിനേച്ചം. ഒരു കണ്ടീഷൻ നടക്കുകയാണെങ്കിൽ തൊട്ട് അതിനോടനുബന്ധിച്ച് വേറൊരു കണ്ടീഷൻസ് കൂടെ വരികയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് പാക്ഷിക വിനേച്ചം എന്ന് പറയുന്നത്. വന്നാൽ കാണാം, പോയാൽ കാണാം എന്നൊക്കെ പറഞ്ഞ് സംഭവിക്കുകയാണെങ്കിൽ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം ഇവിടെ മുൻവിനേച്ചമാണ്. അപ്പം മുൻവിനേച്ചത്തിനകത്ത് ആദ്യം നടക്കണം ഇൻകംപ്ലീറ്റ് വെർബ് ഫസ്റ്റ് കണ്ടീഷനിൽ നടക്കണം, അതിനുശേഷമേ മെയിൻ വെർബ് വരത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ മുമ്പേ അതുപോലെ തന്നെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആൻ എന്ന് പറയുന്ന കേസ് വരുവാണെങ്കിൽ എന്ത് പറയണമെന്ന് പറഞ്ഞു? പിൻ വരണമെന്ന് പറഞ്ഞു. ക, ഉഗയൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞു? നടുവിനേച്ചം പറഞ്ഞു. ഇല്ല്, കല്ല്, എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? പാക്ഷിക വിനേച്ചം എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ അവേ, നിൽക്കവേ, ഇരിക്കവേ, കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? തൻവിനേച്ചം എന്നും പറഞ്ഞു. ഈ 4 മാത്രമേ ഉള്ളൂ കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആൻ എന്ന് പറയുമ്പോൾ പിൻവിനേച്ചം, ക എന്ന് പറയുമ്പോൾ നടുവിനേച്ചം,
എ അവേ നിൽക്കവേ പോകവേ, അപ്പൊ തൻവിനേച്ചം പറയണം. ഇല്ലും കല്ലും എന്നൊക്കെ പറയുമ്പോൾ പാക്ഷിക വിനേച്ചം പറയണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോങ്ങ് പറഞ്ഞാൽ മതി, മുൻവിനേച്ചം അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പറയാൻ പോയി, ഇപ്പൊ ഇവിടെ ആൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം, പിൻവിനേച്ചം എഴുതാം. കുളിക്കാൻ പോയി എന്തെഴുതാം, പിൻവിനേച്ചം എഴുതാം. ഇവിടെ എന്തെഴുതി, പറക വേണം, കായാണ്, നടുക വേണം, നടുവിനേച്ചം. അപ്പൊ ഇവിടെ ബാലൻസ് എന്തു മാത്രമേ ഉള്ളൂ, ഈസി ആയിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം അതുമായിട്ട്. ഇനി അല്ലാതെ നേരെ വഴിക്ക് പഠിക്കണമെങ്കിൽ നോക്കാം. പറഞ്ഞു പോയി എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് പോയിട്ടാണോ പറഞ്ഞത്, പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഇവിടെ ഫേസ്റ്റ്ലി ഇൻകംപ്ലീറ്റ് വെർബ് നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഏത് വിനേച്ചമാണ്, മുൻവിനേച്ചമാണ്. പറഞ്ഞതിന് ശേഷമാണ് പോയത്, പറഞ്ഞു പോയി, അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, മുൻവിനേച്ചം. അതായത് വെർബിന് തൊട്ട് മുമ്പിലായിരിക്കും ഇൻകംപ്ലീറ്റ് വെർബിന്റെ ആക്ഷൻ നടന്നിരിക്കുന്നത്, അതാണ് വിനേച്ചത്തിനകത്ത് മുൻവിനേച്ചം. കംപ്ലീറ്റ് വെർബിന് മുൻപിലാണ് ഇൻകംപ്ലീറ്റ് വെർബിന്റെ ആക്ഷൻ എങ്കിൽ അതിനെ മുൻവിനേച്ചം എന്നും. ഒന്നുകൂടെ പറയാം, കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇവിടെ നോക്കണേ, ഈ ഒരു വെർബിന് മുൻപിലാണ് ഈ ഒരു ഇൻകംപ്ലീറ്റ് വെർബിന്റെ ആക്ഷൻ നടന്നത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് പാസ്റ്റ് ടെൻസിലാണ്, സോ മുൻവിനേച്ചമാണ്. ഇനി ഇൻകംപ്ലീറ്റ് വെർബ് നടന്നത് ഏതിന് ശേഷമാണ് എങ്കിൽ, ഈ വെർബിന് ശേഷമാണ് എങ്കിൽ എന്ത് വേണം നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട്, അത് പിൻവിനേച്ചം. അതായത് ഇൻകംപ്ലീറ്റ് വെർബ് എവിടെ നിൽക്കുന്നു അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ വിനേച്ചത്തിന്റെ പേര് കൊടുക്കുന്നത് എന്ന് ചുരുക്കം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്കകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന പോയിന്റ് അല്ല ഇത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പം അൺഅക്കാഡമിയിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റിവിഷൻ ബാച്ച് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 960 റുപ്പീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് സ്റ്റോർ മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. നമ്മളുടെ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്, സിജി ബിജു എന്ന് പറഞ്ഞിരിക്കുന്ന റഫൽ കോഡ്. അപ്പൊ ശരി, ബൈ, താങ്ക് യു.